നമസ്കാരം. ഞാനിന്ന് 24 hours ഫാസ്റ്റ്, നോ ഫുഡ് ഓൺലി വാട്ടർ, അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് ലാസ്റ്റ് ഫുഡ് കഴിച്ചത്. ഇപ്പോൾ സമയം 11 മണി. രാവിലെ തൊട്ട് ഒരു ഹെൽത്തി ഷോട്ടിലായിരുന്നു. ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഷോർട്സ് ഇട്ടായിരുന്നില്ല ഞാൻ. അപ്പോൾ അത് കുടിച്ചു, പിന്നെ ഒരു 2-3 ഗ്ലാസ് വെള്ളം കുടിച്ചു, പിന്നെ ഒരു കുറച്ച് തേങ്ങ കുടിച്ചു. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ 24 hours ഫാസ്റ്റ് എന്ന് പറയുമ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു മാസം ചിലപ്പം ഒരു 3-4 വർഷം എടുക്കാറുണ്ട്. കാരണം ഫാറ്റ് യൂസ് ആക്കുന്നു, കീറ്റോ യൂസ് ആക്കുന്നു, ബോഡിക്ക് നല്ലതാണ്. ഡെഡ് സെൽസ് സംതിങ് സോ ദർസ് ഓൾസോ ഗുഡ് ബെനിഫിറ്റ്സ് വിത്ത്. അതിന് വേണ്ടി ആൾക്കാർ വേറെ തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഞാനല്ല വേറെ ആൾക്കാർ. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കിയാൽ എന്തുകൊണ്ട് അതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാവും. എൻ്റെ ഇന്ന് ഉദ്ദേശം ഞാൻ ചെയ്യുന്നത് ജസ്റ്റ് കാണിക്കുന്നു. പിന്നെ ഇന്നത്തെ ദിവസം എന്താ വേർഡ് എന്താ, എ ഡേ ഇൻ മൈ ലൈഫ്, അതും കൂടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നു, എന്ത് ചെയ്യുന്നു എന്ന്. പിന്നെ ഫാസ്റ്റിങ്ങിൻ്റെ കൂടെ അതും, വാട്ട് എൽസ്, ഷോർട്ടിൻ്റെ കാര്യം പറഞ്ഞു. സോ let's start a day in my life with 24 hours fasting. Ready? നല്ല ഇത്രയും ഒരു 2 ആഴ്ച മുമ്പ് വരെ മഞ്ഞിൽ നിറഞ്ഞിരിക്കുമായിരുന്നു. അമ്മാതിരി മഞ്ഞായിരുന്നു. നല്ല വെയിലുണ്ട്, പക്ഷേ തണുപ്പാണ്, നല്ല തണുപ്പാണ്. പിന്നെ ഇവിടുത്തെ റോഡും ഇതൊക്കെ പറയുമ്പോൾ നാട്ടിലെ ഇപ്പം നമ്മൾ വേറെ വിദേശ രാജ്യത്ത് വരുമ്പം അവിടുത്തെ എന്താ സൈഡുകൾ മാറും. ഇതിപ്പോൾ റൈറ്റ് സൈഡിൽ വണ്ടി ഓടിക്കുന്നത്, ലെഫ്റ്റ് ആണ്. ഓക്കെ, റൈറ്റ് സൈഡിൽ വണ്ടി ഓടിക്കുന്നത്. ഗുണം എന്ന് വെച്ചാൽ ഫുൾ സിഗ്നൽസ് ആണ്. അടുത്ത പോലീസ് ആൾക്കാർ വന്ന് നിൽക്കേണ്ട ആവശ്യകതയില്ല. എല്ലായിടത്തും ഇപ്പം അങ്ങനെയാണ്. എന്നാലും റോഡുകൾ ക്ലീൻ, എല്ലാം കൂട്ടായി. നാട്ടിൽ നിന്ന് വണ്ടി ഓടിക്കുന്നേരം മറന്നതല്ല എത്ര നാളെ. ഇവിടെ എന്ന് പറഞ്ഞാല് നമ്മൾ എന്താ പോലീസ് കൈ കാണിച്ചു നിർത്തുന്ന പരിപാടി, ആ പരിപാടി ഇല്ല ഇവിടെ. നമ്മൾ ഇപ്പം എന്താ ലൈൻ ആണെങ്കിൽ നമ്മളിങ്ങനെ പൊട്ടനപ്പൻ എന്തെങ്കിലും കളിക്കുള്ളോ, അല്ലെങ്കിൽ കള്ളു പിടിച്ച് സ്പീഡ് കൂട്ടുമോ, ജസ്റ്റ് ഒരു ഇതിപ്പോ ഇതാക്കണ്ടോ 60ന്റെ മാക്സിമം 60 കിലോമീറ്റർ. ഈ 60 നമ്മളൊരു 65 സംതിങ് ഒക്കെ ആകുമ്പോഴാണ് പോലീസ് മറ്റേ സൈറിന്റെ ഇങ്ങനെ പുറത്തേക്ക് വരും, പുറകിലേ വരും. അപ്പൊ അങ്ങനെ നിർത്തും. അല്ലാണ്ട് നമ്മൾ വൃത്തിയിൽ വണ്ടി ഓടിക്കുന്നു ആകുമ്പോൾ കൈ നീട്ടുന്ന പരിപാടിയോ ആ സംതിങ് നത്തിങ് ഈസ് ലൈക്ക് ദാറ്റ്. അങ്ങനെ പൊല്യൂഷൻ അടച്ചില്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ തെറ്റ് കാണിക്കുമ്പോഴാണ് അവർ നോക്കുന്നു, നമ്പർ ചെക്ക് ആക്കുന്നു. അപ്പൊ സ്ക്രീനിൽ കാണുന്നു, ഓക്കെ ഇവന് ഇട്ടിട്ടില്ല, അതില്ല പറഞ്ഞ് അന്നേരം ഇതാക്കുന്നത്. നമ്മൾ വൃത്തി ഓടിക്കുവാണെങ്കിൽ നത്തിങ്. പോലീസ് ഇത്രയും നാളെ ഇവിടെ ഞാൻ നിൽക്കുന്നു, ആകെ പോലീസ് കൈ കാണിച്ച് നിർത്തിയത് കഴിഞ്ഞ കൊല്ലം, അതോ അതിന് മുമ്പത്തെ കൊല്ലോ, ജനുവരി 1 ന്യൂ ഇയറിന് ഫുള്ള് തിരക്കായിരിക്കും. മറ്റേ ഫയർ വർക്ക്സ് പരിപാടി, പാർട്ടി, ഇതൊക്കെ. അന്നേരം എല്ലാ വണ്ടിയുടെ സ്ഥലത്ത് നിന്ന് കൈ കാണിച്ച് ആർ യു ഡ്രങ്ക് ഇങ്ങനെ ചോദിക്കുന്നു. ആർ യു ഡ്രങ്ക്? നോ സാർ, ഐ എം ഗോയിങ് ടു ഡ്രിങ്ക്. അർത്ഥിതാ പറഞ്ഞേ. അപ്പൊ അയാൾ ചിരിച്ചിട്ട് ഓക്കെ ബി സേഫ് എന്ന് പറയുന്നു, ചിരിക്കുന്നു, പോകുന്നു. വേറെ നത്തിങ് എൽസ്, നോ ലൈസൻസ്. അവർക്ക് ജസ്റ്റ് അത് നോക്കുന്നു. ഇപ്പൊ ഞാൻ നോ സാർ ഐ എം നോട്ട് ഡ്രങ്ക് ഗോയിങ് ടു ഡ്രിങ്ക് ഞങ്ങൾക്ക് പറഞ്ഞു നോക്കും. കറക്റ്റ് എന്തിനും കള്ളുകൂടിയോ പരിപാടിയൊന്നുമില്ല. വണ്ടി പിടിക്കുമ്പോൾ അല്ലെങ്കിൽ കള്ളുപിടിക്കാൻ പാടില്ല. നെവർ ഡു ദാറ്റ്. ഇറ്റ്സ് എ വെരി നമുക്ക് മനസ്സിലാവില്ല. കള്ളുപിടിച്ചാൽ വണ്ടി ഓടിക്കാൻ പറ്റും, ആ ഒരു ആത്മവിശ്വാസം ഉണ്ടാവും. കള്ളുപിടിച്ച് വണ്ടി പിടിക്കുന്നവരൊക്കെ ഉണ്ട്. ബട്ട് എപ്പോഴാ ഒരു കുഞ്ഞ് അശ്രദ്ധ മതി, ജീവിതം മാറി മറിയും. സോ നെവർ ഡു ദാറ്റ്. പിന്നെ സമ്മറായി കഴിയുമ്പം ഇതിവിടെ കൺസ്ട്രക്ഷൻ, ഫുൾ കൺസ്ട്രക്ഷൻ. ദിസ് കൺട്രി ഈസ് ഫുൾ ഓഫ് കൺസ്ട്രക്ഷൻ. റോഡുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം കൺസ്ട്രക്ഷൻ. ഈ സമയത്ത് ഒരു കൺസ്ട്രക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം മഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ, മഞ്ഞിന്റെ ഒരു വീഡിയോ, ഞാൻ മഞ്ഞിന്റെ സമയത്ത് വണ്ടി ഓടിക്കുന്നത്, വണ്ടി സ്റ്റക്ക് ആവുന്ന ഒരു വീഡിയോ ഉണ്ട്. അത് വേണമെങ്കിൽ അത് ആഡ് ആക്കാൻ പറ്റുമോ നോക്കാം. കൺസ്ട്രക്ഷൻ ടൈപ്പ്. ഇപ്പൊ ഞാൻ പോകുന്നത് അവിടെ എത്തി കഴിഞ്ഞ് കാണിച്ചു തരാം. ശരിക്കും ഞാൻ ഉദ്ദേശിച്ചത് ആദ്യം ഇന്നലെ രാത്രി ഓക്കെ എന്നാ ഇന്ന് എടുക്കാൻ വിചാരിക്കുന്നു. പിന്നെ മനസ്സിലായി 24 hours ഫാസ്റ്റിംഗ് എടുക്കാൻ വിചാരിക്കുന്നു. പിന്നെ മനസ്സിലായത് ഓക്കെ വെയിറ്റ്,
എന്നാ പിന്നെ അത് വീഡിയോ ആയിട്ട് തന്നെ എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ വീഡിയോ എടുക്കുന്ന കൂടെ ബാക്കി പരിപാടി നമ്മൾ കാണിക്കാന്ന് വിചാരിച്ചു. പെട്രോൾ അടിക്കണ്ട, അടിക്കണോ? അടിക്കണ്ട. പെട്രോളിന്റെ റേറ്റ് എത്ര അവിടെ? 1.516, 1.5 CAD എന്ന് വെച്ചാൽ 1 ലിറ്ററിന് നാട്ടിലത്തെ 1.5 CAD എന്ന് പറയുമ്പോൾ എത്രയാ? അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. 60, 61, 62 സംതിങ് എന്തോ അല്ലേ? ഇപ്പം 60, 70, 80, 90 90 സംതിങ് ആണ് തോന്നുന്നു ലിറ്ററിന്. ടിം ഹോർട്ടൻസ്. ഈ രാജ്യത്ത് നാട്ടിൽ നിന്ന് ആര് വന്നാലും കൂടെയുള്ളവർ ആദ്യം കൊണ്ടുപോകുന്ന സ്ഥലം ടിം ഹോർട്ടൻസ്. ഞാൻ വന്നപ്പോഴും ചെങ്ങായി, ഞാൻ വന്ന സമയത്ത് എൻ്റെ കോവിഡ് റെസ്ട്രിക്ഷൻസ് 14 ദിവസം ഒരു വീട്ടിലിരിക്കണം, അത് കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സംതിങ് പരിപാടിയൊക്കെ. അപ്പം അവിടെ നിന്ന് ഇറങ്ങി ഞാൻ എൻ്റെ ഒരു ചെങ്ങായി ഉണ്ടായിരുന്നു. പിന്നെ അവന്റെ ചെങ്ങയാണ് നമ്മളെ ഡ്രോപ്പ് ആക്കുന്ന പരിപാടിയും ഇതൊക്കെ ആക്കിയത് ഈ സ്ഥലത്തേക്ക്. അപ്പൊ ഈ ടിം ഹോർട്ടൻസ് എന്ന് പറയുന്നത് അവിടെ പോയിട്ട് ആദ്യം കുടിച്ചത്, ടിം ഹോർട്ടൻസ് കാനഡ മൊത്തം മുക്കിനുള്ള പെട്ടിപ്പീടിയ ചായക്കട എന്ന് പറയുന്ന നേരത്തെയാണ് ടിം ഹോർട്ടൻസ്. അപ്പൊ അവിടുന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആദ്യം വാങ്ങിച്ച എന്താണ് ഫ്രഞ്ച് വാനില. മിക്കവരും ഇവിടെ ഇറങ്ങിയ മിക്കവരും ഫ്രഞ്ച് വാനിലായിരിക്കും കുടിച്ചിട്ടുണ്ടാവുന്നത്. യെസ്, അത് US കമ്പനിയാണോ? US കമ്പനി. ഓക്കെ, അപ്പം പ്രശ്നം വരുമല്ലോ, പ്രശ്നം വരാൻ സാധ്യതയുണ്ടല്ലോ. ടെസ്ല ഷോറൂംസ് അന്ന് തൊട്ട് നിന്റെ റോഡിൽ സ്ഥാപനത്തിന്റെ പേരെന്താ? Oh yeah. So our first trip to PetSmart. Grooming. This one way alla. So this is where we are going to, PetSmart. ഡൊണേഷൻ, അഡോപ്ഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. ചങ്ങൻ്റെ പേരെന്തോ? സൂട്ടുണ്ട്, റാംസി ഉണ്ട്.
കലിപ്പാണ് മോനെ, നോക്കി പഠിപ്പിക്കുക. നമ്മള് പട്ടീൻ്റെ ആൾക്കാരാ. പക്ഷെ എനിക്കൊരു അദ്രി എന്ന് പറഞ്ഞ ചെന്നൈ ഉണ്ടായിരുന്നു. അപ്പൊ അവൻ്റെ ഈജിപ്ഷ്യൻ അല്ല, മറ്റേ പേർഷ്യൻ. നമ്മൾ ആദ്യമായിട്ട് മറ്റേ ഫോറിൻ പൂച്ചനെ കണ്ടത് നമ്മുടെ നാട്ടിലുള്ള അദ്രി. അവരുടെ പേർഷ്യൻ മറ്റേ നല്ല പൂടയൊക്കെ ആയിട്ട് പേർഷ്യൻ പൂച്ച. അത് നല്ല സെറ്റപ്പ് പൂച്ചയായിരുന്നു. അതാണ് ഓർമ്മയിൽ നമ്മുടെ യൂറോപ്യൻ, ഐ മീൻ നോട്ട് യൂറോപ്യൻ, ഫോറിൻ ക്യാറ്റ്സിനെ കണ്ടത്. പിന്നെ ഇവിടെ നമ്മൾ മെയിനായിട്ട് വന്നത് എന്തിനാ വെച്ചാൽ ചില ഇതിനു വേണ്ടിയാ വന്നേ. നമ്മൾ നോക്കുന്നത് ഫീമെയിൽ. താങ്കളുടെ കണ്ണ് ഇതായിരിക്കണം, ഇതാണ് താങ്കളുടെ കണ്ണ്. അതെ, ഫീമെയിൽ ക്രൗൺ ടെയിലിന് വേണ്ടിയാ വന്നത്. മെയിൽ മെയിൽ ഫീമെയിൽ ടെയിൽ, മെയിൽ 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 മെയിൽ. എടാ ഇല്ലേ ഇവിടെ ഇല്ല ചെന്നായി. പക്ഷെ എല്ലാവരും ഒന്ന് കാണിച്ചു കൊടുത്തേ, സന്തോഷമായിട്ട്. ഇത് നമ്മുടെ നാട്ടിലെ ഫൈറ്റർ ഫിഷ് അല്ലെങ്കിൽ ബീറ്റ. പൂച്ച. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച സാധനം ഇവിടെ ഇല്ല. അപ്പൊ ഇനി നെക്സ്റ്റ് ഷോപ്പിലോട്ട് പോകുന്നു. നമ്മൾ ഉദ്ദേശിച്ച ഫീമെയിൽ ക്രൗൺ ടെയിലിനെ കിട്ടിയില്ല. പക്ഷെ 2 ചെടി വാങ്ങിച്ചു. ലൈക്ക് ഫോർ അക്വരത്തിലുള്ള ചെടി. പിന്നെ ഒരു കൊച്ചുണ്ടാപ്രിയെ വാങ്ങിച്ചു. വാങ്ങിക്കേണ്ട അവസ്ഥ, ഒച്ചിരെ ഇവിടെ വാങ്ങേണ്ട അവസ്ഥയാ. അത്രയും ഒന്നും ഇല്ല. അല്ലെങ്കിൽ അവിടെ പോയത് ഇതിന്റെ ഡിസൈൻ ഒക്കെ ഉള്ള സെറ്റപ്പ് അല്ല. എങ്ങനെയുണ്ട്?
ഇത് കാണുമ്പം ഫൈനൽ ഡെസ്റ്റിനേഷൻ ഓർമ്മ വരുന്നത്. നേരെ സ്പീഡിൽ ഒന്ന് ബ്രേക്ക് കിട്ടാണ്ട് കാരണം ഒറ്റ ഇതിടിച്ചത് നോക്കിയേ. ഈ സാധനം എൻ്റെ കണ്ണിലും തലയോട്ടിയെല്ലാം തെറിപ്പിച്ച് കറക്റ്റ് എന്ന് പറഞ്ഞ് നോക്കറോ. കറക്റ്റ് ഒരു ഇല്ല കുറച്ചും കൂടെ ഈ ഭാഗമായിരിക്കും പൊട്ടിത്തെറിക്കുന്നത് അല്ലേ. അങ്ങോട്ട് കാണിക്കണോ നോക്കറോ. ക്ലിയർ ആവുന്നുണ്ടോ? ബ്രേക്ക് ഇട്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ ടപ്പെന്ന് പറഞ്ഞു തരുന്നത്. അയ്യോ അയ്യോ. നമ്മള് ഇന്ന് ടോട്ടൽ ഇപ്പം 3-4 അക്വേറിയം പെറ്റ് സെറ്റപ്പുകളിൽ വന്നു. ഈ 4 സ്ഥലത്തും എനിക്ക് വേണ്ട സാധനം ഇല്ല. പക്ഷെ വേറെ വാങ്ങാം. പക്ഷെ എനിക്ക് വേണ്ടത് തന്നെ വേണ്ടേ. പിള്ളേരാണോ രസമാണ്. എന്തെങ്കിലും വിശേഷം പിള്ളേരെ? Red rose, yeah. Red, yeah. Yeah. Do you want it with some greenery and Sure. baby's breath? Yes. Sounds good. നമ്മള് മീനെ നോക്കാൻ പോയി. എത്രയാ? ഒരു 4-5 കടകളിൽ പോയി. അവിടെ 4-5 ഷോപ്പിൽ പോയി. ഇല്ല എന്നാ പിന്നെ വേറെ എന്നെ ഇത്ര കാത്തിരുന്ന് വീഡിയോ നോക്കിയതല്ലേ. ഇത് ആർക്ക് കൊടുക്കുന്ന അറിയോ? ഈ നല്ല സെറ്റപ്പ്, നല്ല ഫ്ലവർ. സോ ദിസ് ഈസ് എനിക്ക് ഇനി ഏറ്റവും വേണ്ടപ്പെട്ടതാവാൻ വേണ്ടി പോകുന്ന ആൾക്കാർക്കാണിത്. സോ ദിസ് വിൽ ബി ടു മൈ വ്യൂവേഴ്സ് as a token of appreciation to all my viewers. Thank you. വെറും 74-75 പേരേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ആദ്യം തൊട്ടേ ഉള്ളവരാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ആസ് എ ടോക്കൺ ഓഫ് മൈ അപ്രിസിയേഷൻ ഐ വാണ്ട് ടു present this flower to you. Thank you all. Thank you so much. ഇത് ഫിസിക്കലി ഞാൻ ഇത് ആർക്കും കൊടുത്തോളാം. പക്ഷേ ഇത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ മെയിനായിട്ട് വാങ്ങിച്ചത്. ആസ് എ ടോക്കൺ ഓഫ് അപ്രിസിയേഷൻ. താങ്ക് യു. ഹായ്. അപ്പോൾ നമ്മൾ 24 hours ഫാസ്റ്റിംഗ് വീഡിയോ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം നല്ല വിശപ്പും ചെറിയൊരു ഇതും. പക്ഷെ ഇതെന്ന് പറയുന്നത് ഞാൻ ഇതിന് മുമ്പും ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്നേരം ഇങ്ങനെ സംഭവിച്ചെങ്കിലും നമ്മളൊന്ന് കൺട്രോൾ ആക്കി. പക്ഷെ ഇപ്പൊ എനിക്ക് ചെറിയൊരു സംതിങ് വന്നു. സംതിങ് പോകണം. ആദ്യം ഞാൻ ഭക്ഷണം കഴിക്കാണ്ടിരുന്നാൽ ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ കഴിക്കുന്നു. പിന്നെ അത് മാത്രമല്ല, എന്റെ ചങ്ങേന്റെ അടുത്ത് പോയപ്പം അവിടെ പിള്ളേർ ഇത് അറിഞ്ഞിട്ട് എന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വന്ന് ഇങ്ങനെ പപ്പടമൊക്കെ പൊരിച്ചിട്ട് നല്ല വൃത്തി ഇങ്ങനെ കൊതിപ്പിച്ച് അല്ല അതിലെ മീൻചോറും പപ്പടവും അച്ചാറ് ഇവിടെ വെച്ചിരുന്നല്ലോ. അച്ചാറൊക്കെ ഇട്ടൊരു നല്ല വൃത്തി കൊതിപ്പിക്കുന്നു. കുറച്ചെടുത്ത് വന്നിട്ട് അപ്പൊ ഇത് കണ്ടപ്പം കഴിക്കാണ്ടിരിക്കാൻ എനിക്ക് പറ്റിയില്ല എന്നല്ല, അത് കണ്ട് കൊതിച്ചു. ഓക്കെ, പക്ഷെ ചെറിയൊരു ഇതും കൂടെ വന്നു. ആയതിനാൽ
ഈ വീഡിയോ 24 hours വേറെ പിന്നെ എടുക്കുന്നുണ്ട്. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ ഇത് എൻഡഡ്. സമയം ഒന്ന് കറക്റ്റ് പറഞ്ഞേക്കാം. 9 to 9 to Oh, 17-18 hours ആയി. 17-18 hours. That's it. So, thank you all.